മാതൃഭൂമി വിദ്യ IREL റെയർ ജെം സ്റ്റുഡൻറ് പാർലമെന്റിൽ വിജയികളായി ടീം എറണാകുളം. ശാസ്ത്രവും ഗവേഷണ ചിന്തയും പാഷനായി മനസ്സിൽ കൊണ്ടു നടക്കുന്നവരെ ISRO കാത്തിരിക്കുകയാണ് എന്ന് പരിപാടിയിൽ കുട്ടികളുമായി സംസാരിച്ച ISRO മുൻ ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിലെ അപൂർവമായൊരു വൈജ്ഞാനിക മത്സരമായിരുന്നു മാതൃഭൂമി വിദ്യ IREL റെയർ ജെം സ്റ്റുഡൻസ് പാർലമെന്റ്. 17 അപൂർവ ഭൗമമൂലകങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സൃഷ്ടിക്കുന്ന വിപ്ലവകരമായ മുന്നേറ്റങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു സ്റ്റുഡൻസ് പാർലമെന്റിൽ നടന്ന ചർച്ചകൾ. 14 ജില്ലകളിൽ നടന്ന മത്സരത്തിലെ വിജയികളാണ് കൊച്ചി കലൂർ റിന്യൂവൽ സെന്ററിൽ നടന്ന സംസ്ഥാനതല പാർലമെന്റിൽ പങ്കെടുത്തത്. മത്സരത്തിൽ എറണാകുളം ജില്ല 1ാം സ്ഥാനവും കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾ 2ഉം 3ഉം സ്ഥാനങ്ങളും നേടി. വിജയികൾക്ക് ISRO മുൻ ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഡോക്ടർ സോമനാഥും IREL ഡയറക്ടർ മാർക്കറ്റിംഗ് രജനീഷ് A. ഖാലിയും കുട്ടികളുമായി സംവദിച്ചു. ബ്ലാക്ക് ഹോളിനെ കുറിച്ചുൾപ്പെടെ കുട്ടികൾ സംശയ നിവാരണം നടത്തി. Recently, we launched a satellite in 2024 to study black holes, and this is to study black hole emissions, as you mentioned, and also look at how it accretes stars. That means it will pull material from other stars, and through this process, you can find out it emits X-rays, and these X-rays are checked in its polarization, and using the polarization, we can quantify how much material is being drawn. And for the known 500 black holes, this cataloging is being done by this spacecraft, XPOSAT. Don't forget. ISRO, XPOSAT. IREL General Manager and Head NS Ajit, IREL Deputy Manager KS Bhaktadarshan, Resource Manager Aji Menon, മാതൃഭൂമി ന്യൂസ് ചീഫ് മാനേജർ ടെക്നിക്കൽ R. ബിജു മോഹൻ, മാതൃഭൂമി അസിസ്റ്റന്റ് എഡിറ്റർ സന്തോഷ് വള്ളിക്കോട് തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.